ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ മാസഫലം തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി, അതുപോലെ വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്കും തുലാ ലഗ്നക്കാർക്കും, ഏത് നക്ഷത്രത്തിൽപ്പെട്ടവരായാലും തുലാ ലഗ്നം വന്നിട്ടുള്ളവർക്കും ജൂൺ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ജൂൺ മാസത്തിലെ ആ ഗോചര ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ 2-ന് വേഴഗ്രഹം അവരുടെ ഭാഗ്യസ്ഥാനത്ത് നിന്നും കർമ്മസ്ഥാനത്തേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അതുപോലെ ജൂൺ 8-ന് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിന്നും 10-ലേക്ക് രാശി മാറുന്നു. ജൂൺ 15-ന് സൂര്യൻ ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാണ്. അഷ്ടമത്തിൽ നിന്നും 9-ലേക്ക് രാശി മാറുന്നു. ചൊവ്വാഗ്രഹമാണെങ്കിൽ ജൂൺ 20-ന് 7-ൽ നിന്നും 8-ലേക്ക് രാശി മാറുന്നു. ബുധൻ ജൂൺ 22-ന് 9-ൽ നിന്നും 10-ലേക്ക് രാശി മാറുന്നു. ശനി 6-ലും രാഹു 5-ലും കേതു 11-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ ജൂൺ മാസത്തിൽ 5 ഗ്രഹങ്ങൾ, അതായത് ഗുരു, ശുക്രൻ, സൂര്യൻ, ചൊവ്വ, ബുധൻ, ഈ 5 ഗ്രഹങ്ങൾക്ക് ജൂൺ മാസത്തിൽ രാശിമാറ്റം വരുന്നു എന്നുള്ളതാണ് ജൂൺ മാസത്തെ പ്രത്യേകത. അപ്പോൾ ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇത് ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചല്ല, ഇത് നമ്മൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഒരു ഫലമാണ്. ഇപ്പോൾ 5-ല് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഹു 5-ൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ 5-ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ ഇപ്പോൾ 6-ലാണ്. അപ്പോൾ അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, അസിഡിറ്റി പ്രോബ്ലം, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഈ 5-ലെ രാഹുവൊക്കെ സ്ഥിതി വരിക വഴി കാണാം. മാത്രമല്ല 5-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ശനി 3-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 6-ൽ നിൽക്കുന്ന ശനി 3-ൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ ENT റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, തൈറോയിഡ് പ്രോബ്ലം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കണം. അതുപോലെ ജൂൺ 20-ന് 2-ഉം 7-ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിലേക്ക് രാശി മാറുകയാണ്. അപ്പോൾ 8-ൽ ആ ശനിയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ 8-ൽ ചൊവ്വയുണ്ട്, 8-ൽ ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലർക്കുണ്ടായെന്ന് വരാം. അതുപോലെ ഈ പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർ, പൈൽസിൻ്റെ പ്രോബ്ലം ഉള്ളവർ, അതുപോലെ ഈ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ ചിലപ്പോൾ ചിലർക്ക് ഉണ്ടായെന്ന് വരാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയവും കൂടെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പാദങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പെയിൻ, പ്രത്യേകിച്ച് ആ 12-ലൊക്കെ ശനിയുടെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പാദങ്ങളിൽ മസിൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്നും വരാം. ഇനി നമുക്ക് ഈ തൊഴിൽ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ഈ 3-ഉം 6-ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു, ആ 3-ഉം 6-ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു 10-ൽ ഉച്ച സ്ഥിതിയിൽ വരികയാണ്. അപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 9, 10 രാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ആദ്യവാരം കഴിയുമ്പോൾ തന്നെ ജന്മലഗ്ന രാശ്യാധിപനായ ശുക്രനും ഗുരുവും കർമ്മസ്ഥാനത്ത് യോഗം ചെയ്യുകയാണ്. അത് തൊഴിൽപരമായിട്ട് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിൽ ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ആ ഗുരുശുക്ര യോഗം കർമ്മസ്ഥാനത്ത് വരുന്നത് നല്ലതാണ്. അപ്പം തൊഴിലിലെ ലക്ഷ്യങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ പ്രത്യേകിച്ച് ഈ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ അധ്യാപനം നടത്തുന്നവർക്ക്, അതുപോലെ തന്നെ ഈ ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, നിയമമേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ,
ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർ, ഗവേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഡേറ്റ അനലിറ്റിക്, അതുപോലെ കൺസൾട്ടേഷൻ, അത്തരത്തിലുള്ള സേവനങ്ങൾ, കൗൺസിലിംഗ് ഇതൊക്കെ നടത്തുന്നവർക്ക്, അതുപോലെ മറ്റു സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ ഈ 6ാം ഭാവാധിപനായിട്ടുള്ള വേഴഗ്രഹം കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്നതുകൊണ്ട് ആ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലിൽ ഉയർച്ച, പ്രശസ്തി, അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന സമയമാണ്. അവരുടെയൊക്കെ സഹായം തൊഴിലിൽ ഈ തൊഴിലിൻ്റെ ഉയർച്ചയ്ക്കൊക്കെ സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതേസമയം ആദ്യ പകുതി ഈ 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ആദ്യ പകുതി. പ്രത്യേകിച്ച് 14 വരെ, 15-ന് അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അപ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ഈ സൂര്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയം ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻ ഇവയിലൊക്കെ ആദ്യ പകുതിയിൽ ഒരു കെയർ വേണം. അവസാനത്തെ പകുതിയിൽ അത് പ്രശ്നമില്ല. അപ്പം നമുക്ക് കഴിവതും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളോടായാലും മറ്റുള്ളവരുടെ ആയാലും നമ്മൾ കഴിവതും ഷെയർ ചെയ്യാതിരിക്കുക. അത് മുഖാന്തരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ചിലപ്പോൾ ആദ്യത്തെ പകുതിയിൽ കാണുന്നുണ്ട്. അതേസമയം അവസാനത്തെ പകുതിയിൽ സ്ഥിതിയിൽ മാറ്റങ്ങളൊക്കെ വരും. കാരണം 11ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത്. അത് ദോഷം ചെയ്യില്ല എന്നും കൂടെ മനസ്സിലാക്കുക. സൂര്യൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സർക്കാർ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഒക്കെ അത് ഗുണം ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഭാഗ്യസമയമാണ്. തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്ത് ഗുരുശുക്ര യോഗം ഉള്ള സമയമാണ്. അത് ലക്ഷ്മി നാരായണ യോഗമാണ്. അപ്പം അത് തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിടത്ത് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ അത് വഴിതെളിക്കും. അതുപോലെ തന്നെ പൊതുവെ തൊഴിൽ സുഖാനുഭവം ഉണ്ടാകുമെന്ന് പറയാം. ധനപരമായിട്ടുള്ള നേട്ടങ്ങളും തൊഴിൽ വഴി അവർക്ക് ലഭിക്കുന്ന സമയമാണ്. 6-ലൊക്കെ ശനിയുണ്ട്. 6ാം ഭാവാധിപനായിട്ടുള്ള ശനി, 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നുണ്ട്. 6-ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ്. അപ്പോൾ 6-ലെ ശനി 6ാം ഭാവാധിപൻ 6-ൽ ദൃഷ്ടി ചെയ്യുന്നു. ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് ഈ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം, ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉയർന്ന വിജയം ഉണ്ടാകുന്ന സമയം എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, തൊഴിൽ വിദേശത്ത് അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെയും അതുപോലെ ബുധൻ്റെ 9, 10 രാശികളിലുള്ള സ്ഥിതി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ സ്ഥിതി ഇങ്ങനെയാണ് നോക്കാം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകനാണ് ബുധൻ. ആ ബുധൻ ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയാണ്. അവസാനത്തെ വാരം ആ ബുധൻ കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ 10 വരെ 7ാം ഭാവരാശിയിൽ മൂലത്രികോണ രാശിയിൽ ബലവാനാണ്. അപ്പോൾ പൊതുവെ ആദ്യത്തെ 3 വാരം എന്ന് പറയുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഡെയിലി ഇൻകം കൂടും, പ്രോഫിറ്റൊക്കെ കൂടുന്ന സമയമാണ്. വിദേശ വിപണനത്തിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. കരിയർ തലത്തിലും ബിസിനസ് തലത്തിലും എക്സ്പാൻഷൻ്റെ സമയം എന്ന് തന്നെ പറയാം. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ രവി ബുധ യോഗമൊക്കെ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. 3-ല് രവിയും ബുധനും ഒക്കെ ദൃഷ്ടി വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് വഴിയൊക്കെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനാണ് ബുധൻ. ആ ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. അതുപോലെ ആദ്യവാരം ജന്മലഗ്ന രാശ്യാധിപനായ ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ബുധനോടൊപ്പം നിൽക്കുന്നു. ആ ബുധ ശുക്ര ബന്ധം ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അത് അവസാനത്തെ പകുതി സൂര്യനും ഭാഗ്യസ്ഥാനത്ത് വരികയാണ്. രവി ബുധ ആദിത്യ യോഗം ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് വളരെ അനുകൂല സമയം എന്ന് തന്നെ പറയാം. അത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയം എന്ന് തന്നെ പറയാം. നമുക്ക് 5-ലൊക്കെ രാഹുസ്ഥിതിയുണ്ട്. അത് ചിലപ്പോൾ ചിലർക്ക് പഠനത്തിൽ ചെറിയ കൺഫ്യൂഷനൊക്കെ രാഹുവിൻ്റെ 5-ലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാം.
ഇപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് നൂതനങ്ങളായിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ 5-ലെ രാഹു വളരെ ഗുണം ചെയ്യും എന്ന് പറയാം. 5-ാം ഭാവാധിപനായിട്ടുള്ള ശനി 6-ൽ നിൽക്കുകയാണ്. 6-ാം ഭാവാധിപനായ ഗുരുവും 6-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് എന്ത് പ്രതിബന്ധങ്ങൾ, എന്ത് തടസ്സങ്ങൾ വന്നാലും നമുക്ക് ഗുണാനുഭവം അത് തരണം ചെയ്യാൻ പറ്റും. പരീക്ഷകളിലൊക്കെ നമുക്ക് മികവ് പുലർത്താൻ കഴിയുന്ന സമയമാണ്. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയം എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ ധനഭാവാധിപൻ ചൊവ്വ, ആ ചൊവ്വ ഇപ്പോൾ 7-ൽ ബലവാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 2-ൽ ധനസ്ഥാനത്ത് ധനഭാവാധിപൻ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അതുപോലെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ 2-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി, ധനകാരകനായിട്ടുള്ള ഗുരു, ആ ഗുരുവിൻ്റെ ദൃഷ്ടിയും ഉള്ള സമയമാണ്. 10-ലാണെങ്കിൽ ഗുരുശുക്ര യോഗമുണ്ട്. അപ്പോൾ അവസാനത്തെ പകുതി 11-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ 11-ാം ഭാവമാണ് ഈ നമ്മൾ പ്രത്യേകിച്ച് നേട്ടങ്ങളുടെ സ്ഥാനത്താണ് ആ സൂര്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ സർക്കാർ വഴിയൊക്കെ പണം കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ പണം ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പ്, സോഷ്യൽ സർക്കിള്, ഇതുവഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ 12-ലെ ശനിയുടെ ദൃഷ്ടി അല്പം ചെലവ് കൂടുന്നതിന് ഇടയാക്കും എന്നും കൂടെ മനസ്സിലാക്കും. അപ്പോൾ ധനപരമായിട്ട് നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അതേസമയം 12-ൽ ആ ചൊവ്വയുടെ ദൃഷ്ടി 6 നിന്നാണ് ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അത് കഴിയണതും അനാവശ്യ ചെലവ് നമ്മൾ കുറയ്ക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7-ൽ നിൽക്കുകയാണ്. മൂലത്രികോണ രാശിയിൽ ബലവാനാണ് ജൂൺ 19 വരെ. അത് രുചക യോഗാവസ്ഥയിലാണ് ആ ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ അത് വിവാഹ ആലോചനകൾക്ക് അനുകൂലമാണ്. അപ്പോൾ ചൊവ്വയാണ് 7 നിൽക്കുന്നത് എന്നുള്ള ഒരു ഭയം വേണ്ട. കാരണം ചൊവ്വ 7-ാം ഭാവാധിപനാണ്. അപ്പം ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ വിവാഹ ആലോചനകൾക്ക് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 3 വാരമൊക്കെ അനുകൂല സമയമാണ്. അതേസമയം 20 മുതൽ നമ്മൾ ജൂൺ 20 ആകുമ്പോൾ 7-ാം ഭാവാധിപൻ അഷ്ടമത്തിലേക്ക് മാറുകയാണ്. അവിടെ അഷ്ടമത്തിൽ ശനിയുടെ ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ 20-ന് ശേഷം ആലോചനകൾക്ക് ഒരു മെല്ലപ്പോക്ക് ചിലപ്പോൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ചിലപ്പോൾ വന്നു എന്ന് വരാം. അതുകൊണ്ട് 19 വരെയുള്ള സമയം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. കമിതാക്കൾക്ക് പൊതുവെ ഒരു കൺഫ്യൂഷൻ, തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് 5-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു, 5-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഈ മാത്രമല്ല കുജദൃഷ്ടിയൊക്കെ ജന്മരാശിയിൽ ഉള്ള സമയവും കൂടിയാണ്. ഇപ്പോൾ 2-ൽ ചൊവ്വയുടെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടിയും ഉള്ള മാസവും കൂടെയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ സംസാരത്തിലൊക്കെ ഒരു നിയന്ത്രണം ആവശ്യമാണ്. അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. അത് ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കമിതാക്കളുടെ കയ്യിൽ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്പ സംയമനമൊക്കെ ഇവരുടെ ഭാഗത്ത് വേണം. ഇനി ദാമ്പത്യ ബന്ധം ചിന്തിക്കുമ്പോൾ ആദ്യ പകുതി പൊതുവെ നമുക്ക് 18-19 വരെയൊക്കെ 7-ാം ഭാവാധിപൻ 7 നിൽക്കുന്നു. എങ്കിലും ചൊവ്വാഗ്രഹമാണ് എന്നുള്ളത് കൊണ്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിക്കൂടാന്നില്ല. എങ്കിലും ദാമ്പത്യ ബന്ധം ആദ്യ പകുതി ഗുണപരമാണ്. അതുപോലെ അപ്പോൾ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ചൊവ്വയുടെ സ്ഥിതിയൊക്കെ വരുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാം. അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം. അതുപോലെ തന്നെ 7-ാം ഭാവാധിപൻ 7 നിൽക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിലൊക്കെ ഒരു കെയർ വേണം. 20 മുതൽ 7-ാം ഭാവാധിപൻ അഷ്ടമത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2-ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിലും അവയൊക്കെ നിയന്ത്രിക്കുന്നതിന്, അതായത് നമുക്കൊരു സംയമനം നമ്മുടെ ഭാഗത്തുണ്ടാകുന്നതിന് ആ ഗുരുവിൻ്റെ 2-ലെ ദൃഷ്ടിക്ക് കഴിയും. അപ്പോൾ നമുക്ക് സംസാരം നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ 2-ലെ ദൃഷ്ടി കഴിയും എന്ന് തന്നെ പറയാം. കുടുംബജീവിതത്തിലോട്ട് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ പൊതുവെ 2-ലെ സൂര്യനും ചൊവ്വയൊക്കെ ദൃഷ്ടി ചെയ്യണ സമയമാണ്. ഇപ്പോൾ 2-ൽ 2 തമോ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയാണ്. അതുപോലെ 4-ൽ ശുക്രനും ഗുരുവും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഇപ്പോൾ 4-ൽ ശുക്രൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് വീട് സംബന്ധമായ കാര്യങ്ങൾ, ഇപ്പോൾ വീട്, സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, വീട് പുതുക്കുക, അതിനൊക്കെ അനുകൂല സമയമാണ്. അതുപോലെ പുതിയ വീട് വാങ്ങാനോ പുതിയ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ്. 4-ലെ ഗുരു ശുക്രൻ ദൃഷ്ടി അതിന് സഹായകമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. അതേസമയം ഈ 2-ൽ ഈ ചൊവ്വയുടെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് ഈ കുടുംബ അംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, നമ്മൾ ഏതെങ്കിലും വിഷയങ്ങൾ, ചിലപ്പോൾ കുടുംബകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നിവിടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 2-ൽ സൂര്യനും കുജനും ഒക്കെ ദൃഷ്ടി വരുമ്പോൾ സംസാരത്തിൽ അല്പം നിയന്ത്രണം ആവശ്യമായിട്ടുള്ള സമയമാണ്. എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി 2-ൽ വരുന്നത് കൊണ്ട് നമ്മൾ നിയന്ത്രിച്ച് സംസാരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ജൂൺ 9, അതുപോലെ 10, 13, 14, 22, 23 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ഈ തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമാണ്. പക്ഷേ നമ്മുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി ഇപ്പോൾ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കണം. ആ ഗ്രഹവും, അതായത് ദശ, അപകാരം, ഛിദ്രം ഇവയൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ, ഇതിനനുസരിച്ച് നമുക്ക് ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതൊക്കെ നമ്മൾ ജാതക ചിന്തയിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല ഈ തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ഫലമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം തുലാക്കൂറ് പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ തുലാ ലഗ്നം വരികയുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം ഏത് രാശിയും ലഗ്നരാശിയായിട്ട് വരാം. അപ്പോൾ ഈ തുലാ ലഗ്നം അല്ലാതെ മറ്റു ലഗ്നരാശി വരുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി ഏതെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ജൂൺ മാസത്തെ ഒരു പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല നമ്മൾ ഈ കൂറിനേക്കാളും കൂടുതൽ കൃത്യത, സൂക്ഷ്മത ലഗ്നഫലത്തിലാണ്. അപ്പം കൂറ് ഒരു സ്ഥൂലമായിട്ടുള്ള ഫലം എന്ന് പറയാം, മറ്റത് സൂക്ഷ്മമായിട്ടുള്ള ഫലമാണ്. അപ്പോൾ ലഗ്നഫലം നമ്മൾ കേൾക്കണം. അപ്പോൾ ലഗ്നരാശി ഏതെന്നറിയുക, ആ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.